ഓ ഗൈസ്, നമസ്കാരം. സന്തോഷ് പി വി വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇത് നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലുള്ള തിരക്കാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ നെടുമ്പോയിലിറങ്ങി റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകാനുള്ള ജനങ്ങളുടെ തിരക്കാണ് റോഡിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മധ്യത്തിൽ കണ്ണൂർ നെടുമ്പോയി ചുരത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണുള്ളത് കേട്ടോ. അപ്പം നല്ല തിരക്കാണ്. അപ്പോൾ ആ തിരക്ക് കണ്ടപ്പോൾ ഞാൻ ഈ ഫ്ലോറിലാണുള്ളത്. താഴെ ഭാഗത്ത് ഒരു വിജനമായ ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള വാഹനങ്ങളുടെ തിരക്കും അവിടെയുള്ള മലയുടെ സൗന്ദര്യവും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച. കുറച്ച് നേരം മഴ മാറി നിന്നപ്പോൾ ചുറ്റുമുള്ള മലകളാൽ അടിപൊളിയായിട്ടൊക്കെയുള്ള കാഴ്ചയാണ്. സൂപ്പറായ കാഴ്ചയാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ കാഴ്ചയാണ് ഗൈസ്. ഫുള്ള് മേലെ ഭാഗം ഫുള്ള് മഞ്ഞ്. ഇത് നമ്മുടെ ഈ മലയുടെ ഒരു സൈഡിലായിട്ട് വരും കൊട്ടിയൂർ ക്ഷേത്രം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വയനാടൻ മലകൾ, ഫുൾ നല്ല ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ നമ്മളെ വണ്ടിയാണ് കിടക്കുന്നത്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് കർണാടക ടൂറിസ്റ്റുകൾ വന്നിട്ട് നമ്മുടെ സ്ഥലത്ത് അങ്ങനെ ക്യാമ്പ് ചെയ്തിട്ട് അവരവിടെ കുറച്ച് സമയം റിലാക്സ് ചെയ്യുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് അവരങ്ങനെ റിലാക്സ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളിവിടെ കശ്മാവ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കശ്മാവ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ കാഴ്ചകളെല്ലാം കാണുന്നത് കേട്ടോ. നിങ്ങൾക്കും നമ്മളുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വേണ്ട, ആ മലയുടെ തൊട്ടപ്പുറത്താണ് വയനാട് വരിക. ആ മലയുടെ തൊട്ടപ്പുറത്താണ് വയനാട് വരിക കേട്ടോ. ഗ്യാപ്പില്ലാണ്ട് ഫുൾ ഫില്ലായിട്ട് നല്ല സൂപ്പർ ഏരിയ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളുടെ സ്വന്തം സന്തോഷ് പി വി വ്ളോഗ്. ഓക്കെ, ബൈ, ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണും വരെ. ഓക്കെ, ബൈ.